എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണത്തെക്കുറിച്ച് ഒരു ടോപ്പിക്കിലോട്ടാണ് നമ്മളിന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ അതിനൊരു 2-3 എപ്പിസോഡൊക്കെ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു വീഡിയോ ഒത്തിരി നീണ്ടുപോയാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമല്ലോ. അപ്പോൾ നമ്മളതൊന്ന് കവർ ചെയ്ത് പോകുകയും വേണം. കാരണം ദൈവിക സംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മളുടെ എല്ലാ ഏരിയകളിലും നമ്മൾക്ക് വേണ്ടുന്നതാണല്ലേ. ഒരു കാര്യത്തിലോ 2 കാര്യത്തിലോ 3 കാര്യത്തിലോ അല്ല, ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾക്ക് സകല മേഖലകളിലും ആവശ്യമാണ്. കാരണം ഏതെങ്കിലും ഒരു പഴുത് നമ്മൾ അടയ്ക്കുമ്പോൾ അടുത്ത ഒരു പഴുതിലൂടെ കയറുവാൻ ആര് ശ്രമിക്കും? പിശാച് ശ്രമിക്കും. അപ്പോൾ എല്ലാ പഴുതുകളെയും അടച്ചു ഒരു സമ്പൂർണ്ണ ദൈവിക പ്രൊട്ടക്ഷൻ എങ്ങനെ നമ്മൾക്ക് ദൈവസന്നിധിയിൽ നിന്നും പ്രാപിച്ചെടുക്കാം, അതിനുള്ള നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഏത് വചനം നമ്മൾ പറയണം, അതൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ എനിക്കറിയാവുന്ന രീതിയിൽ ഒന്ന് സംസാരിക്കുവാനായിട്ട് ഞാൻ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കറിയാം, ദൈവത്തിൻ്റെ സംരക്ഷണമില്ലാതെ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകുവാനായിട്ട് പറ്റത്തില്ലല്ലേ. കാരണം നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ നമ്മളുടെ ഏത് പ്രൊട്ടക്ഷൻ നമ്മൾ സ്വീകരിച്ചാലും അതുകൊണ്ടൊന്നും നടക്കത്തില്ലല്ലേ. നമ്മൾ എത്ര ശ്രദ്ധയോടെ ജീവിച്ചാലും ഒന്നും എവിടെയും എത്തത്തില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം അത്രയും ഒരു വലിയ ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് ഉള്ളവരെ നാളെ കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ആരോടെങ്കിലും ഒന്ന് ചുമ്മാ ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ എന്താണ്, ആൾക്കാർ വയലൻ്റ് ആകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുവല്ലേ, കോട്ടയം ആ സൈഡിലെങ്ങാണ്ടൊരു തൊടുപുഴ തന്നെയാണ്, നമ്മുടെ ഷൈനിയുടെയൊക്കെ ആ നാട്ടിൽ തന്നെയാണ്. ഒരു മനുഷ്യനെ ആ മനുഷ്യനെ ഗുണ്ടകൾ വന്ന്, അത് രാവിലെ ചായ കുടിക്കാൻ പോയപ്പോൾ ഗുണ്ടകൾ വന്ന് പിടിച്ചുകൊണ്ട് പോയി അല്ലേ. പിടിച്ചുകൊണ്ട് പോയിട്ട് ആ മനുഷ്യനെ കൊന്നിട്ട് അദ്ദേഹത്തെ എവിടെയെങ്ങാണ്ട് കനാലിലോ എവിടെയെങ്ങാണ്ട് ഇട്ടു എന്നൊക്കെ നമ്മൾ ആ ന്യൂസൊക്കെ കണ്ടു അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് കയറുകയോ ഇല്ലയോ എന്ന് ആർക്കും പ്രവചിക്കുവാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന ന്യൂസുകളും പേടിപ്പെടുത്തുന്ന സംഭവങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമ്മൾക്ക് ആശ്രയിക്കുവാൻ എവിടെയുള്ള ദൈവത്തിൽ മാത്രമേ നമ്മൾക്ക് ആശ്രയിക്കാനുള്ളൂ അല്ലേ. എന്നാൽ ആ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ ദൈവം നമ്മളെ കൈവിടാത്ത ദൈവമാണ്. അതുമാത്രമല്ല, നമ്മളുടെ മുൻപിൽ വരുന്ന ഓരോ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എന്താണ് ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയും അതിന്മേൽ നമ്മൾ എങ്ങനെ ജയമെടുക്കണമെന്നുള്ള ഒരു ഗൈഡൻസ് ദൈവം നമ്മൾക്ക് തരികയും ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാനൊന്ന് പറയാം. എനിക്ക് എൻ്റെ ഒരു ഫാമിലി സർക്കിളുണ്ട്. അപ്പം ഞാൻ കുറച്ച് പേരെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും കേട്ടോ. എൻ്റെ കുടുംബത്തിൽപ്പെട്ട കുറച്ച് പേരെ ഇങ്ങനെ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ ഒരു വ്യക്തിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് മരണം സംഭവിക്കുമെന്ന് ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് ഒരു അഭിഷിക്തനിലൂടെ എന്നോട് സംസാരിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ഞാൻ ആകെ അങ്ങ് ഇതായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത്, ചെറുപ്പക്കാരനാണല്ലോ, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആകെ ഭയപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നു, ദൈവം എന്താ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ആലോചന എന്നോട് അറിയിച്ചത് എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യനും കൂടി എൻ്റെ അടുത്ത് വന്നു. എന്തായാലും ഞാൻ ആ വിഷയത്തെ സീരിയസ് ആയിട്ട് എടുക്കുവാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ആ വ്യക്തിക്ക് 35 വയസ്സിനപ്പുറം ആ വ്യക്തിയെ കടത്തത്തില്ല, അതുകൊണ്ട് നന്നായിട്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതാ ദേവദാസനാണ് കേട്ടോ, 35 വയസ്സിനപ്പുറം കടത്തത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വ്യക്തിയുടെ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായോ, എന്നോട് ആലോചന പറഞ്ഞ നെക്സ്റ്റ് മന്ത് ആ വ്യക്തിക്ക് 35 വയസ്സ് പൂർത്തിയാകും, ബർത്ത്ഡേ വരുവാണ്. അപ്പം 35 വയസ്സ് പൂർത്തിയാകുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു 35 വയസ്സ് അപ്പുറം കടത്തൂലെന്നല്ലേ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു 2-3 ദിവസം ഒന്ന് ഉപവസിക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു കേട്ടോ. എന്നിട്ട് എന്നെ അങ്ങ് അസ്വസ്ഥതപ്പെടുത്തുവാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് വേറെ ദേവദാസന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു, നമ്മുടെ PG വർഗീസ് അങ്കിളിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. അപ്പോൾ PG വർഗീസ് അങ്കിൾ എന്നോട് പറഞ്ഞു, നമ്മൾ ദൈവം നമ്മളെ പേടിപ്പിക്കുന്ന ദൈവമല്ല, അതുകൊണ്ട് അത് ഒന്നും കണക്കാക്കണ്ട, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും എന്നുള്ള വചനം അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നാൽ മതി എന്നും കൂടെ പുള്ളി പറഞ്ഞു വിട്ടു. എന്നിട്ട് പുള്ളി പറഞ്ഞു, പുള്ളിയുടെ ഏതോ മകൻ്റെ വിഷയത്തിലും ഇതുപോലെ എന്തോ ആലോചന പറഞ്ഞു, എന്നിട്ട് അത് സംഭവിച്ചൊന്നുമില്ല എന്നൊക്കെ അദ്ദേഹം എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ദൈവം നമ്മളെ പേടിപ്പിക്കുന്ന ദൈവമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു. പക്ഷേ അവിടെ കൊണ്ടൊന്നും എനിക്ക് അത്ര ആശ്വാസം കൊള്ളുവാൻ അങ്ങ് കഴിഞ്ഞില്ല. കാരണം അത് നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ എവിടെയോ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ആ ഒരു ദിവസങ്ങൾ അടക്കുമ്പോൾ ഒരു 3 ദിവസം ഉപവസിക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ദൈവം എന്നോട് അതിനോടനുബന്ധിച്ച് തന്നെ ഒരു 21 ഡേയ്സ് ഫുൾ ഫാസ്റ്റിംഗ് ഇരിക്കുവാൻ ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് സ്വപ്നത്തിലൂടെ എന്നോട് ഇടപെട്ടു. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്നോട് ഒരു കാര്യം കൂടെ ദൈവം കാണിച്ചു തന്നു കേട്ടോ. എന്തായിരുന്നെന്ന് വെച്ചാൽ, ഞാൻ ഈ 20 ദിവസം ഫുൾ ഫാസ്റ്റിംഗ് ഇരിക്കുന്നത് വേറെ ആരോടും പറയണ്ടെന്ന്. പൊതുവേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കുന്നത് വേറൊരാളോട് ഷെയർ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഭക്തിയുടെ ലെവലും ദൈവം
ദൈവവുമായിട്ടുള്ള നമ്മുടെ ഭക്തിയൊക്കെ ദൈവം നമ്മളുമായിട്ട് അറിഞ്ഞാൽ മതിയല്ലോ, അത് വേറൊരാളെ അറിയിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കുന്നതിൻ്റെ ദിവസത്തിൻ്റെ കണക്കുകളോ ഒന്നും ഞാൻ ഇന്ന് ഫാസ്റ്റിംഗ് ആണെന്ന് ഒന്നും ഞാൻ പരമാവധി ആരോടും പറയത്തില്ല. പിന്നെ എവിടെയെങ്കിലും നമ്മൾ അറിയാതെ പെട്ടുപോയി കഴിഞ്ഞാൽ ചിലയിടത്തല്ലേ നമ്മൾക്കൊന്ന് പറയേണ്ടി വരും, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പറയുന്നു എന്നല്ലാതെ ഞാൻ പൊതുവേ ഹൈഡ് ചെയ്ത് വെക്കാറ് പതിവ്. എന്തായാലും അന്ന് ദൈവത്തിൻ്റെ ആ ഒരു സ്വപ്നത്തിലൂടെ എന്നോട് വളരെ വ്യക്തമായി സംസാരിച്ച ഫാസ്റ്റിംഗ് ഇരിക്കുന്ന വിഷയം മറ്റാരും അറിയണ്ട എന്നും ദൈവം എന്നോട് വ്യക്തമായിട്ട് എനിക്ക് ഇതൊരു ഗൈഡൻസ് തന്നു. എനിവേ ഞാൻ അങ്ങനെ 21 ഡേയ്സ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, നന്നായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? കറക്റ്റ് ആ വ്യക്തിക്ക് 35 വയസ്സ് പൂർത്തിയാകുന്ന അന്ന്, ആ ബർത്ത്ഡേ അന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ആക്സിഡൻ്റ് ഉണ്ടായെങ്കിലും അവർക്കൊന്നും സംഭവിക്കാതെ ദൈവം അവരെ കാത്തു പരിപാലിക്കുവാനായിട്ട് ഇടയായി. കാരണം ഞാൻ 21 ദിവസം ഇരുന്ന് എൻ്റെ 21ാമത്തെ ദിവസം പൂർത്തിയാകുന്ന അന്നാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ. എന്നിട്ട് അന്നാണ് ആ പുള്ളിയുടെ ബർത്ത്ഡേയും വരുന്നത്. എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. പുള്ളിക്ക് ആക്സിഡൻറ്റ് വന്നു, പക്ഷേ അതിനകത്തൊന്നും ഒന്നും സംഭവിക്കാതെ ദൈവം കാത്തു പരിപാലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾക്കെതിരെ, നമ്മളുടെ ജീവനെതിരെ, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെതിരെ, നമ്മളുടെ കുടുംബത്തിലുള്ളവരുടെ ജീവനെതിരെയൊക്കെ ആര് പോരാടും? പിശാച് വല്ലാതെ കിടന്ന് പോരാടും കേട്ടോ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഇപ്പോഴും അത് ഓർക്കും. കാരണം എന്താണെന്ന് അറിയാമോ? അന്ന് ഞാനതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നുവെങ്കിൽ എന്തിനാ 21 ദിവസം ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ച് എൻ്റെ വിഷയം അല്ലല്ലോ പറഞ്ഞ്, എൻ്റെ കുടുംബത്തിൽപ്പെട്ട പ്രിയപ്പെട്ട ആളുടെ തന്നെ പറഞ്ഞത്. എന്നാലും ഞാൻ എന്താണ് വിചാരിച്ചത്? ഞാൻ വിചാരിച്ചു പിന്നെ എനിക്കല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനത് സീരിയസ് ആകാതെ ഞാനത് വിട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ ആക്സിഡൻറ്റ് സംഭവിക്കുമായിരുന്നു, ആ വ്യക്തി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാനും ഇടയാകുമായിരുന്നു. എന്നാൽ ദൈവം തന്ന മുന്നറിയിപ്പിൻ്റെ മുൻപിൽ ദൈവം അത് സീരിയസ് ആയിട്ട് എന്നോട് ഇടപെടുകയും അതിനോട് ഞാൻ നീതി പുലർത്തുകയും ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവിടെ ആ ഒരു മരണബന്ധനത്തെ ദൈവം അഴിച്ചു കളയുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് മറക്കരുത്. കാരണം എന്താണെന്നറിയാമോ? പിശാചിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിൻ്റെ മക്കളെ ഓരോ മക്കളെയും അല്ലേ, ദൈവം സൃഷ്ടിച്ച ഓരോ വ്യക്തികളെയും തകർത്ത് കളയുക എന്നുള്ളത് പിശാചിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ അവൻ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്? അങ്ങ് ജീവനെ തന്നെ തകർത്ത് കളയുവാനായിട്ട് അവൻ നോക്കും. കാരണം ജീവനെ അങ്ങ് തകർത്ത് കളഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ, അവന് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും? ആദ്യം നമ്മളുടെ ആയുസ്സിനെതിരെ പോരാടും കേട്ടോ. കാരണം ദൈവം നമ്മൾക്കൊരു ആയുസ് തന്നിട്ടുണ്ട്. ആ ആയുസ്സിന് മുൻപേ നമ്മളെ തീർത്ത് കളയുവാൻ ആര് ശ്രമിക്കും? ഈ പിശാച് ശ്രമിക്കും. എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന ആയുസ്സിൻ്റെ അപ്പുറത്തോട്ട് പോലും പ്രാർത്ഥന കൊണ്ടും ആയുസ് നീട്ടി എടുത്ത ഒരു വ്യക്തിയെ നമ്മൾക്ക് കാണാം വിശുദ്ധ ബൈബിളിനകത്ത്. അത് ആരാന്ന് നമ്മൾക്കറിയാമല്ലേ? ഹിസ്കിയാവ് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ രാജാവ്, യഹൂദ രാജാവായിരുന്ന ഹിസ്കിയാവ്. അപ്പോൾ നമ്മൾക്ക് ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിനകത്ത് നമ്മൾക്കത് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുമല്ലേ? ആമോസിൻ്റെ മകനായ ഏഷ്യാവ് അല്ലേ, ഇദ്ദേഹം ചെന്നിട്ട് എന്താണ് ഈ ഹിസ്കിയാവിനോട് പറഞ്ഞു, ദൈവം പറയുന്നു നിൻ്റെ രോഗാവസ്ഥയിൽ കിടക്കുകയായിരുന്നു പുള്ളിയോട് പറഞ്ഞു, നിൻ്റെ ഗ്രഹകാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കുക, നിൻ്റെ ജീവനെ എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ചുമരിൻ്റെ നേരെ തിരിഞ്ഞു കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചല്ലേ, ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി നിന്നത്, നേരോടെ നിന്നതൊക്കെ നീ ഓർക്കുന്നില്ലേ? ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതൊക്കെ ഓർക്കുന്നില്ലേ? എൻ്റെ ജീവനെ എടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ആലോചന പറഞ്ഞു പോയ അതേ പ്രവാചകൻ തിരിച്ചു കയറി വന്നിട്ട് ഹിസ്കിയാവിനോട് എന്താ പറഞ്ഞേ? ഹിസ്കിയാവിനോട് പറഞ്ഞു, ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിൻ്റെ ആയുസ്സിൻ്റെ കൂട്ടത്തിൽ 15 വർഷവും കൂടെ നീട്ടിത്തന്നിരിക്കുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഹിസ്കിയാവിൻ്റെ ആയുസ് ദൈവം കുറിച്ചതായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ദൈവം എന്ത് ചെയ്തു? അവൻ്റെ പ്രാർത്ഥന കേട്ട് 15 സംവത്സരം കൂടെ അവന് നീട്ടിക്കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നെന്നും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് പറയുന്നത് പോലെ ദൈവം എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ മക്കൾക്ക്, ഓരോ വ്യക്തികൾക്കും ദൈവം എന്താണ്? ദൈവം തൻ്റെ ഭക്തന് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 91-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ദീർഘായുസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ്. അതൃപ്തിയുള്ള ദീർഘായുസ് തന്നും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ദൈവത്തോട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാതെ എല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചുമ്മാ ഒരു സാമട്ടിൽ പോകരുത് കേട്ടോ. കാരണം പിശാച് നമ്മളുടെ ജീവനെതിരെ പോരാടും, അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെതിരെ, നമ്മളുടെ തലമുറകളുടെ ജീവനെതിരെ, നമ്മളുടെ ജീവിത പങ്കാളികളുടെ ജീവനെതിരെ, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലുള്ളവരുടെ പേരൻസിൻ്റെ, നമ്മളുടെ സഹോദരങ്ങളുടെ ഒക്കെ ജീവനെതിരെ പിശാച് ഓരോ വിധത്തിലും പോരാടും കേട്ടോ. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ മതി കേട്ടോ. ആ കുടുംബത്തിലും പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ഉണ്ടായാൽ മതി. എന്ത് സംഭവിക്കും? ദൈവം ആ കുടുംബത്തിന് മുഴുവൻ പ്രൊട്ടക്ഷൻ തരും. അതിനുള്ള ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾക്ക് വേണ്ടി, നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ തലമുറകൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പേരൻസിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെയൊക്കെ മരണം നമ്മളെ വേദനിപ്പിക്കും അല്ലേ? അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് നമ്മൾ എന്താണ്? നമ്മൾ ബാധ്യസ്ഥരാണല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. വചനം പറഞ്ഞ് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ കുറച്ച് വചനങ്ങളൊന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയുന്ന വചനങ്ങൾ തന്നെയാണ്. എന്നാലും ഞാനൊന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന്, അല്ലെങ്കിൽ മറന്നു പോയതുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ എന്ന് കരുതിയാണ് പറയുന്നത്. അതിൻ്റെ ഒന്നാമത്തത് എന്താണ്? 91-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദീർഘായുസ് കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തും. കേട്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ആ വചനം പ്രാർത്ഥിക്കണം. ദീർഘായുസ് കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തും എന്നുള്ള ദൈവത്തിൻ്റെ വചനത്താൽ എന്നെ മുദ്രയിടുന്നു. എൻ്റെ കുടുംബത്തിലുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആ വചനത്താൽ മുദ്രയിട്ടുകൊണ്ട് ആ വചനം ഞങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താണ്? ഇരുവായ്ത്തലയുടെ മൂർച്ചേറിയ വചനമാണല്ലേ? ഇനി അത് വാളാണ്. അതുകൂടാതെ എന്താണ്? ദൈവത്തിൻ്റെ വചനം നമ്മളുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ എന്താ പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വചനം എന്താണ്? ദൈവമാണ്. അതുകൊണ്ട് ഈ വചനം എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. നമ്മൾ പറയുന്ന വചനത്തിന് ശക്തിയുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ തന്നെ നമ്മൾ പറയണം. അതുകൂടാതെ വേറെയും വചനങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം. എന്താണെന്നറിയാമോ? അടുത്തതുണ്ട് സങ്കീർത്തനം 118-ന്റെ 17-ാമത്തെ വാക്യമുണ്ട്. അതിനകത്ത് എന്താ പറയുന്നതെന്നറിയാമോ? ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. അത് നമ്മൾ ക്ലെയിം ചെയ്യുക. എന്താണ്? ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഓർക്കുക, നമ്മൾക്ക് ഈ ലോകത്തിലും കുറച്ച് ജീവിതമേ ഉള്ളൂ അല്ലേ? കൂടിപ്പോയാൽ 90 വയസ്സ് 100 വയസ്സൊക്കെ അല്ലേ? അതൊക്കെയല്ലേ നമ്മൾ തൃപ്തിയുള്ള ദീർഘായുസ് എന്ന് പറയുന്നത്. അതിലപ്പുറമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കറിഞ്ഞുകൂടും. ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവമേ 90 വയസ്സെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയൊക്കെ കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ 90 വയസ്സ് നല്ല തൃപ്തിയുള്ള ദീർഘായുസ് തരണേ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് വേണ്ടുന്നത് പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതെന്താണ്? ഇത് ക്ലെയിം ചെയ്യുകയാണ് കേട്ടോ. എന്താണ്? ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ നന്മകളെ വർണ്ണിക്കും. ഞാൻ ചുമ്മാ ജീവനോടെ ഇരിക്കുകയല്ല, യഹോവയുടെ നന്മകളെ വർണ്ണിക്കും. എന്ത് നന്മകളാണ്? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ചെയ്ത നന്മകളെ ഞാൻ വർണ്ണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വചനം നമ്മൾ പറഞ്ഞു. അത് നമ്മൾ ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുമ്മാ ഇങ്ങനെ നടക്കുകയും എന്തെങ്കിലുമൊക്കെ നമ്മൾ ജോലിയിലൊക്കെ ആയിരിക്കുന്ന സമയങ്ങളുണ്ടാകുമല്ലേ? അപ്പോൾ ഒരു സെക്കൻഡൊക്കെ മതി നമ്മൾക്കിത് പറയുവാനായിട്ട്. നമ്മൾ ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ ബൈഹേർട്ടാക്കി ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി അടുത്തതുണ്ട് സങ്കീർത്തനം 121-ന്റെ 7. അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വചനങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. വേറെ ഒത്തിരി വചനങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്നെ കഴിഞ്ഞ് നന്നായിട്ട് അറിയാം, എനിക്കതറിയാം. എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് എൻ്റെ ഒരു ചെറിയ അറിവങ്ങ് പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ. ആർക്കെങ്കിലും ഉപകാരമാകട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു വചനവും നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയണം. പിന്നെ നമ്മളുടെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിനകത്തെ 10-ാമത്തെ വാക്യം പറയുകയാണ്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനകത്ത് സമൃദ്ധിയായ ജീവനാണ് പറഞ്ഞിരിക്കുന്നതല്ലേ? അതിനകത്ത് പലതും ഉണ്ട് കേട്ടോ. സമൃദ്ധിയായ ജീവൻ, അതായത് വെറുമൊരു ജീവൻ മാത്രമല്ല, അതിനകത്ത് വേണ്ടുന്ന സമൃദ്ധികളെല്ലാം ദൈവം നമ്മൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മൾക്ക് കുറേ ദീർഘായുസ് ഉണ്ടായിട്ട് നമ്മൾ രോഗിയായിട്ട് കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലേ? അല്ലെങ്കിൽ നമ്മൾക്ക് എഴുന്നേൽക്കാൻ മേലാതെ നമ്മൾ കിടന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ജീവിതത്തിൽ സന്തോഷമില്ലാതെ മുഴുവൻ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അതിലും കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സമൃദ്ധിയുള്ള ദീർഘായുസ് വേണമല്ലേ? ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനമൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകണം. അപ്പോൾ ഞാൻ വേറെ ഒന്നും കൂടെ പറയാം, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. നമ്മൾ 23-ാം സങ്കീർത്തനം, അതുപോലെ 91-ാം സങ്കീർത്തനം, അതുപോലെ 121-ാം സങ്കീർത്തനം, ഈ 3 സങ്കീർത്തനങ്ങൾ നമ്മളൊന്ന് ബൈഹേർട്ടാക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, എന്നാലും അറിയത്തില്ല എങ്കിൽ നമ്മളതൊന്ന് ബൈഹേർട്ടാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണം. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ മുനി പോലെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ സമൂഹ ജീവികളാണ്, അതുകൊണ്ട് നമ്മൾ സംസാരിക്കേണ്ടതൊക്കെ സംസാരിക്കണം. പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന, രഹസ്യമായി കിട്ടുന്ന സമയങ്ങൾ, ട്രാവൽ ചെയ്യുന്ന സമയത്ത് വേറെ ആരും നമ്മൾക്ക് സംസാരിക്കാനൊന്നുമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കഴിവതും നമ്മൾ സംസാരിക്കാൻ ഒരു ഹായ് ഒക്കെ പറഞ്ഞ് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അവസാനിപ്പിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ നമ്മൾ ചൊല്ലിക്കൊണ്ട് നടക്കണം. 21, 23 ചലന സങ്കീർത്തനം 23, അതിനകത്ത് സർവ്വതും ഉണ്ട് കേട്ടോ. നമ്മളുടെ ജീവിതത്തിന് വേണ്ടുന്ന സകല കാര്യങ്ങളും അതിനകത്തുണ്ട്. 23-ാം സങ്കീർത്തനം അല്ലേ? പിന്നെ 91-ാം സങ്കീർത്തനം എല്ലാവർക്കും അറിയാം, അതെന്താണ്? പ്രൊട്ടക്ഷൻ ആണല്ലേ? അത് നമ്മളങ്ങ് ബൈഹേർട്ടാക്കിക്കോണം കേട്ടോ. പിന്നെ 121-ാം സങ്കീർത്തനം എന്താ പറയുന്നത്? ഞാൻ എൻ്റെ കണ്ണ്
പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടങ്ങ് തുടങ്ങുകയാണല്ലേ. അപ്പോൾ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് ബൈഹേട്ടാക്കിക്കോണം. അങ്ങനെ ഈ 3 സങ്കീർത്തനങ്ങൾ നമ്മളങ്ങ് ഇത് ഞാൻ ബൈഹേട്ടാക്കിയതാണ് കേട്ടോ പറയുന്നത്, അല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തത് വേറൊരാളോട് പറഞ്ഞ് വലിയ ആളായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനും ഇത് എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദിവസം നമ്മൾ ഇതൊന്ന് ചൊല്ലണം കേട്ടോ. നമ്മൾ കഴിയുന്നത്ര നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ ഈ സങ്കീർത്തനങ്ങൾ നമ്മളങ്ങ് ചൊല്ലിക്കൊണ്ട് നടക്കുക. അപ്പോൾ എന്താകും? എല്ലാ വിധത്തിലുള്ള പ്രൊട്ടക്ഷനും അതിനകത്ത് നമ്മൾക്ക് ദൈവം തരുവാനായിട്ടിടയായിത്തീരും. ഓർക്കുക, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവർക്കാണ് ഉത്തരമുള്ളത്, പ്രൊട്ടക്ഷൻ ഉള്ളത്. അതുകൊണ്ട് അത് നമ്മൾ മറക്കരുത്. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും വരത്തില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും പണ്ടൊക്കെ ആണെങ്കിൽ ഒത്തിരി പേര് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനുണ്ട്, ഇന്ന് എല്ലാവരും ബിസിയാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ പ്രാർത്ഥിക്കുന്നവർ. അവരുടെയൊക്കെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളുടെ കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ഈ സങ്കീർത്തനങ്ങളും ഈ വചനങ്ങളും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ദൈവത്തിന് വലിയ സംരക്ഷണം നമ്മൾക്ക് തരും. കാരണം ഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് ദീർഘായുസ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. പാതി വഴിയിൽ നമ്മൾ തീർന്നു പോകേണ്ടവരല്ല അല്ലേ. ഇപ്പോൾ ഷൈനിയും കുഞ്ഞുങ്ങളും ഒക്കെ എന്താണ്, ഒരു പാതി വഴിയിൽ തീർന്നു പോയി. അങ്ങനെ തീർന്നു പോകേണ്ടവരല്ല നമ്മൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ക്ലെയിം ചെയ്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മൾക്ക് കിടന്നുകൊണ്ടാണെങ്കിലും ഇതൊക്കെ പറയാം അല്ലേ. അപ്പോൾ നമ്മളിത് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് നമ്മൾക്ക് നാളെ ഇതിലും സീരിയസ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളിലൂടെ നമ്മൾക്ക് കടന്നു പോകാം. നാളെ നമുക്ക് ആക്സിഡൻറ്റിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ചർച്ച ചെയ്യാം. അതിനകത്തുനിന്ന് പ്രൊട്ടക്ഷൻ നേടേണ്ടതും കുറച്ച് ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ട് പറയുവാൻ, അതൊക്കെ പറയാം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.